തൃപ്പൂണിത്തുറയിൽ 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ തള്ളി സ്കൂൾ അധികൃതർ. മിഹിറിന് സ്കൂളിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ക്ലാസ് മുറിയിലെ CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. മിഹിറിന്റെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ സ്കൂളിന് നടപടിയെടുക്കാനാകില്ലെന്നും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ. മിഹിർ സ്കൂളിൽ റാഗിങ്ങിനിരയായെന്ന കുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണത്തിലാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. മിഹിർ മരിച്ചത് ജനുവരി 15-നാണ്. അന്ന് മിഹിറിന് സ്കൂളിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ സാധാരണ പോലെയാണ് കുട്ടി പെരുമാറിയത്. ക്ലാസ് മുറിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇത് വ്യക്തമാണെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. ജനുവരി 14-ന് മിഹിർ ഉൾപ്പെടെയുള്ള സംഘം മറ്റൊരു കുട്ടിയെ മർദ്ദിച്ചിരുന്നു. ജനുവരി 15-ന് മിഹിറിന്റെ രക്ഷകർത്താക്കളെ സ്കൂളിലേക്ക് വിളിപ്പിക്കുകയും മിഹിറിന്റെ രണ്ടാനച്ഛൻ സ്കൂളിലെത്തുകയും ചെയ്തിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ഉപദേശം നൽകുകയാണ് ഉണ്ടായതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. മിഹിറിന്റെ മരണശേഷമാണ് സ്കൂളിലെ റാഗിങ്ങിനെ കുറിച്ച് പരാതി നൽകുന്നത്. 39 ദിവസം മാത്രമാണ് മിഹിർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിച്ചിരുന്നത്. മിഹിറിന്റെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ 3-4 കുട്ടികളുടെ പേര് സൂചിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന് നടപടിയെടുക്കാനാകില്ല. പോലീസിന് പരാതി കൈമാറിയിരുന്നുവെന്നുമാണ് സ്കൂളിന്റെ വിശദീകരണം. തെളിവില്ലാതെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്കെതിരെ നടപടി എടുക്കാനാകില്ലെന്നും അത് കുട്ടികളുടെ മാനസിക നിലയെ തകരാറിലാക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. ജനം, കൊച്ചി.